നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ സർവ്വ മേഖലകളിലും കുതിക്കുകയാണ് ഭാരതം. പ്രത്യേകിച്ചും ബഹിരാകാശ രംഗത്ത് അത്ഭുതപൂർവമായ വളർച്ചയാണ് നമ്മുടെ രാജ്യം നേടിയത്. ഇപ്പോൾ ബഹിരാകാശത്ത് സ്വന്തമായി ഒരു നിലയം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ രാജ്യം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിലാണ് നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം ഒരുങ്ങുന്നത്. ഇപ്പോൾ മറ്റൊരു സ്വപ്ന പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ISRO. ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറയും ശേഖരിച്ച് ഭൂമിയിലെത്തിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്പെഡെക്സ് പരീക്ഷണ വിജയം എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിച്ചതിന് ശേഷമാകും ഇതിന്റെ സമയം നിശ്ചയിക്കുക. എങ്കിലും ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയും വഹിച്ചുള്ള ബഹിരാകാശ പേടകം 2028 ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 പേടകത്തെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുവാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ഇവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഈ നേട്ടം സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമായി അതോടെ ഇന്ത്യ മാറി. ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലെത്തിക്കുക എന്നതാണ് ISRO ലക്ഷ്യമിടുന്നത്. ഈ നേട്ടം ലോകത്തിൽ ഇതുവരെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഈ എലൈറ്റ് ക്ലബിലേക്കാണ് ഭാരതവും എത്താൻ പോകുന്നത്. റോബോട്ടിക് കൈയുടെ സഹായത്തോടെ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ശേഖരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ കണ്ടെയ്നറിൽ അടച്ച് പേടകത്തിലേക്ക് മാറ്റും. തുടർന്ന് ഈ സാമ്പിൾ വഹിക്കുന്ന പേടകത്തെ ചന്ദ്രനിൽ നിന്ന് തിരികെ ഭൂമിയിലെത്തിക്കും. നിലവിൽ ബഹിരാകാശത്ത് നിന്ന് പേടകങ്ങളെ സുരക്ഷിതമാക്കി ഭൂമിയിലെത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ എന്നിവ നമ്മുടെ രാജ്യത്തിന് സ്വന്തമായുണ്ട്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ മാത്രമാണ് ഇനി സ്വായത്തമാക്കാനുള്ളത്. ഇതിനായാണ് ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ പരസ്പരം ഡോക്ക് ചെയ്ത് സ്വന്തം സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമത ഭാരതം പരീക്ഷിക്കുന്നത്. ഇത് വിജയകരമായാൽ ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷന് കൂടുതൽ ഊർജം പകരും. പദ്ധതിക്ക് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്ന ട്രാൻസ്ഫർ മൊഡ്യൂൾ, ഇതിനൊപ്പം ഘടിപ്പിച്ച ലാൻഡർ മൊഡ്യൂൾ. ഇതാണ് ട്രാൻസ്ഫർ മൊഡ്യൂളിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിൽ ഇറങ്ങുക. അടുത്തത് അസെൻഡർ മൊഡ്യൂളാണ്. ലാൻഡർ മൊഡ്യൂളുമായി ഘടിപ്പിച്ചാണ് ഇതിനെ ചന്ദ്രനിൽ ഇറക്കുക. സാമ്പിളുകൾ ശേഖരിച്ച് അസെൻഡർ മൊഡ്യൂളിലേക്ക് സുരക്ഷിതമായി ചേർത്ത് വയ്ക്കും. തുടർന്ന് അസെൻഡർ മൊഡ്യൂൾ സാമ്പിളുമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തും. അവിടെ വെച്ച് ട്രാൻസ്ഫർ മൊഡ്യൂളിലുള്ള റീ എൻട്രി മൊഡ്യൂളിലേക്ക് സാമ്പിളുകൾ മാറ്റും. ട്രാൻസ്ഫർ മൊഡ്യൂൾ തിരികെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച് റീ എൻട്രി മൊഡ്യൂളിനെ ഭൂമിയിലേക്ക് അയക്കും. ഇതിനെ പിന്നീട് കടലിൽ നിന്ന് വീണ്ടെടുത്ത് ISROയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റും. ഇത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങൾക്ക് 2 റോക്കറ്റുകളിലായാണ് പേടകങ്ങൾ വിക്ഷേപിക്കുക. GSLV Mark II റോക്കറ്റിലാണ് ട്രാൻസ്ഫർ റീ എൻട്രി മൊഡ്യൂളുകൾ വിക്ഷേപിക്കുക. തുടർന്ന് GSLV Mark III റോക്കറ്റിൽ ലാൻഡർ, അസെൻഡർ മൊഡ്യൂളുകൾ അയക്കും. ബഹിരാകാശത്ത് വെച്ച് ഇവയെ സ്പേസ് ഡോക്കിങ്ങിലൂടെ ഒറ്റ യൂണിറ്റാക്കി മാറ്റിയതിനു ശേഷമാണ് ചന്ദ്രനിലേക്ക് പോകുക. ചന്ദ്രനിൽ എത്തി സാമ്പിൾ തിരികെ എത്തിക്കാൻ ആകെ വേണ്ട സമയം 14 ദിവസം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.